ഹായ് എവരിവൺ, നമുക്കിന്ന് മട്ടൻ ബിരിയാണി തയ്യാറാക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ മട്ടൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ മട്ടൺ ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 4-5 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുക്ക് ചെയ്യുന്ന സമയവും നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിന് അല്ലെങ്കിൽ ഇറച്ചിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരെയാണ് കുക്ക് ചെയ്യുന്നത്. കൂടുതൽ വേവുള്ള മട്ടൺ ആണെങ്കിൽ കൂടുതൽ വെള്ളം വേണം, കൂടുതൽ സമയം അത് കുക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് 4 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞു വയ്ക്കുക. ഒരു പാനിലേക്ക് നിറയെ വെള്ളം എടുക്കുക. അരി വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. ഇതിനകത്തേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, ഒരു ജാതിപ്പൂ അല്ലെങ്കിൽ ജാതിപത്രി, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ചേർക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി 3/4 വേവാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരിയും മട്ടണും വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് മസാലപ്പൊടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് വാങ്ങുന്ന ബിരിയാണി മസാല ഉപയോഗിച്ചാലും മതിയാവും. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം, 5 ഏലക്ക, 7-8 ഗ്രാമ്പു, 3 ടീസ്പൂൺ പെരുംജീരകം, ഒരു തക്കോലം, ഒരു ജാതിപ്പൂ അല്ലെങ്കിൽ ജാതിപത്രി, 1/2 ടീസ്പൂൺ കുരുമുളക്. ഞാനെപ്പോഴും മട്ടണിന് എന്ത് മസാല തയ്യാറാക്കിയാലും കുറച്ച് കൂടുതൽ കുരുമുളക് ചേർക്കാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും മട്ടൺ മസാലയ്ക്ക്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ടത്, നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരി 3/4 വേവായിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം നമുക്ക് ഫുൾ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കുക. ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവോള നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടും. ഉപ്പിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഇതിന് നല്ല ബ്രൗൺ നിറമാവണം, കുറച്ച് ക്രിസ്പി ആയിട്ട് വരണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. സവാള കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ബ്രൗൺ ആവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലപ്പൊടി ചേർക്കാം. മസാലയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഏകദേശം നമ്മൾ പൊടിച്ച മസാല എല്ലാം തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്.
ഇത് ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് തൈര് ചേർക്കാം. ആ മസാലയുടെ കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മട്ടൺ ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ച മട്ടണാണ്. ആ ഗ്രേവിയോട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഗ്രേവി നല്ല ലൂസായിരിക്കും. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാനിതിനകത്ത് പുതിനയില ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പുതിനയില വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനെ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. ഈ ഗ്രേവി പകുതിയായി വരണം. ഇപ്പോൾ ഗ്രേവി കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് സവോള ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ച സവോള കുറച്ച് ലെയർ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ചേർക്കാം. സവോള ചേർത്ത് കഴിയുമ്പോഴാണ് മട്ടൻ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത്. നല്ലൊരു നിറവും കിട്ടും അതിന്. നന്നായി ഇളക്കുക. ഇത് വീണ്ടും നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഗ്രേവി നന്നായിട്ട് തിക്കായി വരണം. നമ്മുടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചോറ് ചേർക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മല്ലിയിലയും ചേർക്കാം. കുറച്ച് മട്ടൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മസാലയും ചോറും ലെയർ ചെയ്തെടുക്കാം. ഞാനിത് ഫുള്ള് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് സവോള, മല്ലിയില, കുറച്ച് മട്ടൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിനകത്തേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലും ബദാം അരച്ചതും കുങ്കുമപ്പൂവും ചേർത്തൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 4-5 ബദാം നന്നായിട്ട് അരച്ചെടുക്കുക. അത് കുറച്ച് തേങ്ങാപ്പാലിൽ ചേർക്കുക. അതിനകത്തേക്ക് ഒരു 4-5 കുങ്കുമപ്പൂവും ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ആ മട്ടണിന് നല്ലൊരു ഫ്ലേവർ തരും. അതുപോലെ അതിൻ്റെ ഒത്തിരി ഡ്രൈ ആയി പോവാതെ നോക്കുകയും ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ പാനിൻ്റെ സൈഡ് കുറച്ച് മാവ് വെച്ചൊന്ന് കവർ ചെയ്യുക. അതിന് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചത് കവർ ചെയ്തെടുക്കുക. നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഫ്ലേവർ എല്ലാം അകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അത്. ഇനി ഇത് ദം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ പാൻ നല്ല ചൂടായിരിക്കണം. അതിൻ്റെ മുകളിലേക്ക് ആ ബിരിയാണിയുടെ പാത്രം വയ്ക്കുക. ഏറ്റവും മുകളിലായിട്ട് ഒരു പാനിൽ നല്ല ചൂടുവെള്ളം വെച്ച് കൊടുക്കുക. ബിരിയാണിയുടെ താഴെയും മുകളിലും നല്ല ചൂട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു 30 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ തേങ്ങാപ്പാലും കുങ്കുമപ്പൂവും ചേർത്ത് ആ ഒരു കൂട്ട് ഒഴിച്ചിരിക്കുന്ന കാരണം ബിരിയാണി ഒട്ടും ഡ്രൈ ആവാതെ കിട്ടും. ഇത് റൈത്തയുടെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.